ചെങ്ങന്മാരെ, ഞങ്ങളുള്ളത് പെരുവള്ളൂർ GLP സ്കൂൾ പറമ്പിൽപ്പെട്ടിയിലാട്ടോ. ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് മേലോട്ടൊന്ന് പോയി നോക്കാം അല്ലേ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അമർത്തി നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്തട്ടോ. നിങ്ങളാണ് ഇന്നത്തെ താരം, നിങ്ങളാണ് ആളുകൾ. നിങ്ങളെ കാണാൻ എവിടെ കുറെ ക്ലാസ്സുകൾ മെറ്റീരിയൽസ് ഒക്കെ കൊടുത്ത് ഒരു വർഷം നീണ്ടു നിന്ന ഒരു കഠിനമായ പ്രയത്നമായിരുന്നു. എന്തായാലും ആ ഒരു പ്രയത്നത്തിന് നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കഴിഞ്ഞ വർഷം ലഭിച്ചത്. LSS നേടാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ 20 LSS നേടാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. പിന്നെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പെരുവള്ളൂർ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ LSS നേടിത്തരുന്ന വിദ്യാലയം നമ്മുടേതാണ്. അതിന് പഞ്ചായത്തിന്റെ എല്ലാവിധ സപ്പോർട്ടും പിന്തുണയൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. ആ കുട്ടികൾക്ക് പ്രത്യേകമായ മുന്നേറ്റം നൽകാറുണ്ട്, പ്രോത്സാഹനം നൽകാറുണ്ട്. എന്തായാലും പഞ്ചായത്തിന്റെ പ്രതീക്ഷയും നാടിന്റെ പ്രതീക്ഷയും രക്ഷിതാക്കളെയും അധ്യാപകരും പഞ്ചായത്ത് പ്രസിഡന്റ് സർ കലാം അവരുടെ ഈ കലാം സാർ ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് അബ്ദുൽ കലാം മാസ്റ്റർ, അതുപോലെ തന്നെ ബന്ധപ്പെട്ട പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് കലാം, ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷൻ PTA പ്രസിഡന്റ് അസ്ലം ഖാൻ, സ്കൂൾ HM സുലോചന ടീച്ചറെ, ചരിത്രത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രശംസമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ നല്ലൊരു സന്തോഷ നിമിഷത്തിലാണ് എല്ലാവരും ഇരിക്കുന്നത്. നമ്മളിത് ഇത്രയും 17 കുട്ടികൾക്ക് LSSന്റെ അവാർഡ് ദാന വേദിയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഐഷ പ്രസിഡന്റ് മുമ്പ് പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം അതേപോലെ കുട്ടികൾക്ക് LSS കൊടുക്കുന്ന സമയത്ത് ഇതേ ഒരു ആശങ്ക അവിടെ മെമ്പർ പറഞ്ഞു, അടുത്ത വർഷം നമുക്ക് LSS കിട്ടൂലേ. ഓരോ തവണ ഇവിടെ LSS കൺവീനറായി വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ടെൻഷൻ ഞങ്ങൾക്കുണ്ട്. കാരണം അത് നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളത് വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷം 16 LSS ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത്തവണ നമുക്ക് 17 LSSലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 കുട്ടികളുടെ വാല്യുവേഷൻ റിസൾട്ട് കൂടെ വരാനുണ്ട്. അതുകൊണ്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ 20 എണ്ണായി. അപ്പോൾ എന്തായാലും ഓരോ വർഷം നമ്മളത് കൂട്ടിക്കൊണ്ടുപോകുക എന്നുള്ള ഉത്തരവാദിത്തം ഞങ്ങളിലും ഭയങ്കര ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ PTA പ്രസിഡന്റ് തുടക്കത്തിലേ പറഞ്ഞു, നമ്മുടെ എല്ലാ ടീച്ചേഴ്സിൻ്റെയും ഒരു കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് നേടാൻ സാധിക്കുന്നത്. അവിടെ നമുക്ക് കഴിഞ്ഞ വർഷം LSSന്റെ കൺവീനർ സ്ഥാനം ഞാനായിരുന്നു. ആ സമയത്ത് തുടക്കത്തിൽ നല്ല ആശങ്ക ഉണ്ടായിരുന്നു, ഇത് നിലനിർത്താൻ പറ്റൂലേ, പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള മുഴുവൻ അധ്യാപകരും ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടെ നമ്മുടെ കൂടെ നിന്നുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എന്ത് മീറ്റിംഗ് വിളിച്ചാലും ഓടി പിടിച്ചെത്തുന്ന രക്ഷിതാക്കൾ കൂടെ ഉണ്ടായിരുന്നു. കാരണം അവരില്ലാതെ ഒരിക്കലും വിജയിപ്പിക്കാൻ സാധിക്കില്ല. നമുക്ക് കൂടുതൽ ക്ലാസ്സുകൾ കൊടുക്കാൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി മുഴുവൻ സമയം അവരെ കൂടെ നിന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന രക്ഷിതാക്കളാണ്. ഒരു മീറ്റിംഗ് പോലും മിസ്സാവാതെ അവരുടെ വന്ന് ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ട് ഈ ടെൻഷൻ മുഴുവൻ സഹിച്ച് അവസാന നിമിഷം നമുക്ക് ഈ ഒരു സന്തോഷം നേടിയ സമയത്ത് ഉണ്ടാകുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. ഈ ഒരു നിമിഷമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്നത്. നമ്മുടെ കൂടെ നിന്ന എല്ലാ ടീച്ചേഴ്സ്, അതുപോലെ തന്നെ നമുക്കന്ന് നേതൃത്വം നൽകിയത് ഖദീജ ടീച്ചർ സമയത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഖദീജ ടീച്ചർ, കരീം മാഷ്, ഇവരൊക്കെ നമ്മുടെ കൂടെ പൂർണ്ണ പിന്തുണയായിട്ട് നമുക്ക് കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രധാന അധ്യാപകർ, എൻ്റെ പ്രിയപ്പെട്ട എല്ലാ അധ്യാപകർ, അതുപോലെ നമ്മുടെ രക്ഷിതാക്കൾ, എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിലും നമുക്ക് കൂടുതൽ മികവാർന്ന് പോകണം. പണ്ടത്തെ സംബന്ധിച്ചുള്ള നമ്മൾ സാധാരണക്കാരിൽ നിൽക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ ഇവിടുത്തെ വിജയത്തിന് ഇളക്കും, അതിൻ്റെ വിജയത്തിന് മധുരം ഇരട്ടിയാണെന്ന് കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും എല്ലാ അധ്യാപകർക്കും വേണ്ടിയുള്ള ആശംസ ഞാൻ അറിയിക്കുകയാണ്. ഇനി നേരെ വൈകിട്ടുണ്ട്, നമ്മുടെ ചടങ്ങിലേക്ക് പ്രവേശിക്കുകയാണ്. സാറിനെ ക്ഷണിക്കുക. പറയണ്ടോ, ഞങ്ങളെ കുട്ടികൾക്ക് ഇത് കിട്ടിയതല്ലേ. അപ്പോൾ ഒരു രക്ഷകർത്താവ് ആരെങ്കിലും ഒരാൾ അപ്പോഴല്ലേ ഇവർക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല, ആധികാരികമായിട്ട് പറയാൻ അറിയില്ല. ഈ ഒരു സന്ദർഭം, ഈ ഒരു സ്കൂളിൽ വരാൻ ഞങ്ങൾക്ക് സാധിച്ചത് മോളെ ട്രെയിനിങ്ങും കാര്യങ്ങളും കിട്ടിയതുകൊണ്ടാണ്. ഈ സ്കൂളിന്റെ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് അത്രയാണ്, നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു സമയത്ത് നമ്മളെ ടീച്ചേഴ്സും സ്ട്രഗിൾ ചെയ്ത പോലെ പാരൻസും കൂടുതൽ നമുക്ക് മോട്ടിവേഷൻ തന്ന് അവരെങ്ങനെ കൊണ്ടുവരണമെന്ന് നമുക്ക് നല്ലൊരു കൗൺസിലിങ്ങിലൂടെ ഇതിലൂടെ നമുക്ക് തന്നിട്ടുണ്ട്. അടുത്ത വർഷത്തിലും നമ്മൾ ഗംഭീരമായിട്ട് തന്നെ വാങ്ങുന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. ഒരു ഓപ്പർച്യൂണിറ്റി ആ സ്കൂളിൽ കൊടുത്തില്ല. ഇവിടെ നിങ്ങൾ ചെയ്തത് മാക്സിമം ഫിൽറ്ററിംഗ് ആണ്. ആസ് എ പാരന്റ് എന്നുള്ള രീതിയിൽ ഒരുപാട് മനസ്സ് വേദനിച്ചു. ഞാൻ എന്റെ മോളെ ഫോഴ്സ് ചെയ്യാണ്, ഇവൻ അതല്ല ചെയ്തത്. അപ്പൊ ആ കുഞ്ഞു മനസ്സ് ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളത് ഈ വേദിയിൽ എനിക്ക് ഇവിടെ പറയാനുള്ളത്. അതിന് ടീച്ചേഴ്സിനോട് ഒരുപാട് നന്ദി പറയാണ്. ഇനിയും അടുത്ത വർഷം നേടും, അനുമാഷം നേടും, മുന്നോട്ട് തന്നെ പോകും. ആ ഒരു വിശ്വാസം ഉണ്ട്. താങ്ക് യു.
ഇതുകൊണ്ടാണ് ഫീസ് പറയുന്നില്ല. വിദ്യാർത്ഥികൾ അതുപോലെ അധ്യാപകർ രക്ഷകർത്താക്കൾ മിടുക്കന്മാരും മിടുക്കുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന നമ്മുടെ മക്കളും. അപ്പോൾ നമ്മൾ പറയുന്നതിനേക്കാളേറെ നിങ്ങൾ പറയുമ്പോൾ ഇത് ഫീൽ ചെയ്യും. അതുകൊണ്ട് നിങ്ങളോട് പറയുന്നത് ശരിക്കും അടുത്ത് വരുന്ന തലമുറയ്ക്ക് അതൊരു പ്രചോദനമാവുന്നുള്ളത് കൊണ്ടാണ് നിങ്ങളോട് നിങ്ങൾ പറയാൻ പറഞ്ഞത്. ഏതായിരുന്നാലും പറഞ്ഞത് വളരെ സന്തോഷമായി. അധ്യാപകർക്ക് ഏറ്റവും നല്ല സംഭവം നമ്മുടെ മുമ്പിലുള്ള എല്ലാ കുട്ടികളും ആ മക്കളെ തിരിച്ചറിയാനുള്ള ഒരു ആവേശം ഈ പ്രസംഗത്തിലുണ്ട് എന്ന് പ്രിയപ്പെട്ട അധ്യാപകർ മനസ്സിലാക്കുക. ഒരു കുട്ടി എന്താണ് ആഗ്രഹിക്കുന്നത് ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മൾ നേടുമ്പോഴാണ് നമ്മൾ അധ്യാപകരാകുന്നത്, ടീച്ചറാണ്. ഒരു കുട്ടിയെ ഏത് മേഖലയിലേക്ക് തിരിച്ചുവിടാനുള്ള ശേഷി മാതാപിതാക്കളുടെ കൂടെ തന്നെ അധ്യാപകർക്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ് ഈ രക്ഷകർത്താവിന്റെ വാക്കിൽ നിന്ന് ഞാൻ വായിച്ചെടുത്തത്. അതിന്റെ കാരണം എന്താണ്? നമ്മൾ പുറത്തുള്ള മുൻചല്ല ഇതിന്റെ പ്രശ്നം. പുറത്തിനേക്കാളേറെ അകത്ത് അക്കാദമിക രംഗത്ത് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മറ്റു പുറത്ത് ഊഞ്ഞാലും എന്തൊക്കെ ഉണ്ടായിരുന്നൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇതിനകത്തുനിന്ന് പുറത്ത് കാണുമ്പോൾ ഈ കുട്ടിയിലുള്ള കിട്ടേണ്ട സംഗതികൾ ഈ ഇരിക്കുന്ന അധ്യാപകർ കൊടുത്തിട്ടുണ്ടോ എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അത് അവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ നേട്ടം ഉണ്ടാകുന്നത്. അപ്പൊ ആ ഒരു നേട്ടത്തിലേക്ക് അതുകൊണ്ടാണ് മറ്റു സ്കൂളുകളിലേക്കാൾ അപേക്ഷിച്ച് നമ്മുടെ കുട്ടികളുടെ വരവിന് വേണ്ടി എന്ന് പറഞ്ഞാൽ കുട്ടികൾ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് നമ്മുടെ പറമ്പിൽപ്പുഴ സ്കൂളാണ്. അപ്പം ഘടകം ആ ടീച്ചേഴ്സ് നേരത്തെ അനുകൂലം ഇവിടെ പറഞ്ഞല്ലോ, എല്ലാവരും ഐക്യത്തിൽ, എല്ലാവരും സ്നേഹത്തിൽ, എല്ലാവരും ഒരുമയിൽ. ഇത് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കേണ്ട ബാധ്യത HM-നുള്ളതാണ്. ഇവരോട് പറയാനുള്ളത് ഇപ്രാവശ്യം 17 ഉണ്ട്. ഇനി അടുത്ത പ്രാവശ്യം വേങ്ങര പെരുവള്ളൂരിലാണ് നമ്മൾ നമ്പർ 1. ഇനി നമ്മൾ വേങ്ങര സബ് ജില്ലയിൽ നമ്പർ 1 ആയി വരാൻ, പെരുവള്ളൂർ പഞ്ചായത്ത് വരാൻ, ഈ സ്കൂൾ അതിന് മുന്നോട്ട് വരാൻ എല്ലാവരും കഠിനാധ്വാനം ചെയ്യണം. പ്രഗത്ഭരായ അധ്യാപകർ. ഒരു കാര്യം ഉറപ്പ് പറയാണ്, അനൂപ് ESS NSSന്റെ ഏറ്റവും കൂടുതൽ വിജയത്തിലേക്ക് ആവശ്യപ്പെടുന്ന എന്ത് സംവിധാനം വേണം പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് വേണ്ടി നമ്മൾ ചെയ്തോളൂ. നമ്മൾ കിട്ടിയതാണ് അവിടെ അനൂപിനെ ചുമതലപ്പെടുത്താണ്. ആ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന കുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ കണ്ടെത്തുകയും അതിനെ ലഘൂകരിക്കാനുള്ള പരിപാടികൾ നമുക്ക് ആവശ്യം. നിന്നിട്ടുള്ള ടീം പറമ്പിൽപിടികളൊപ്പം ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കളെ കൂടി ഞങ്ങൾ ഈ അനുമോദന ചടങ്ങിന് ക്ഷണിക്കുകയാണ്. വാർഡ് മെമ്പർ ആയിഷ ഫൈസൽ നൽകുന്ന സമ്മാനം നൽകുന്നുണ്ട്. ഏറ്റവും മാർക്ക് വാങ്ങി മറ്റൊരു അറിയിക്കുന്നു. പ്രജീഷ് കുമാർ ക്ഷണിക്കുന്നു. ടീച്ചറെ ആദര പുരസ്കാരം ക്ഷണിക്കുന്നു. ഫൈസൽ നൽകുന്ന സമ്മാന വിതരണം കൂടി നടത്തുന്നുണ്ട്. ഇഷാലിയ TP, സൺ ഓഫ് മുഹമ്മദ് ഷാഫി PP സമ്മാനദാനം നിർവഹിക്കുന്ന PK Dr. Abdul Latif PK and Hassan Gaya P and Femina MP, son of Abdul Latif. ക്വിസ് കോമ്പറ്റീഷനിൽ 1, 2, 3 സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റും സമ്മാനവും വിതരണം ആദരപൂർവ്വം ക്ഷണിക്കുന്നു. 2ാം സ്ഥാനം നേടിയിട്ടുള്ളത് മിഷ ഫാഹിം PP. 3ാം സ്ഥാനം നേടിയിട്ടുള്ളത് ദിൽഷ ഫാത്തിമ. A ഗ്രേഡ് നേടിയിട്ടുള്ള മറ്റു വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് മുഹമ്മദ് അൻസി VP, ഫാത്തിമ നസ്രീൻ P, ഫാത്തിമ റിൻഷ K. സമ്മാനദാനം നിർവഹിക്കുന്നത് നൗബായൻ മുഹമ്മദ് ഷഹബാസ് PK. എല്ലാവരുമായി നന്ദി പ്രകാശിപ്പിക്കുന്ന ഞാൻ ക്ഷണിക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ ഈ പരിപാടി അവസാനിക്കുന്നു. പെട്ടെന്ന് പോകേണ്ട സമയമായി. പക്ഷെ നിങ്ങളോട് നന്ദി പറയാതെ പോകാൻ പറ്റില്ല. നിങ്ങളോട് ആരോടും നന്ദി പറഞ്ഞില്ലെങ്കിലും ഈ ഇരിക്കുന്ന 17 കുട്ടികളെ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ട്, വഴക്ക് പറഞ്ഞിട്ടുണ്ട്, പ്രശംസിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്. ഇതുവരെ നന്ദി പറഞ്ഞിട്ടില്ല കുട്ടികളോട്. അപ്പം എനിക്ക് കിട്ടിയ ഒരു ചാൻസാണ്, ഞാനത് ഉപയോഗിക്കണമല്ലോ. ഇവിടെ വന്നിരിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു വലിയ കണക്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഇവിടെ സ്റ്റേജിൽ ഉപവിഷ്ടരായിരുന്നത് നമ്മുടെ പഞ്ചായത്തിലെ ബഹുമാനപ്പെട്ട പ്രതിനിധികള്, നമ്മുടെ HMs, ഇതിനു മുമ്പുണ്ടായിരുന്ന HM
ഇപ്പൊ നമുക്കുള്ള എച്ചും നമ്മുടെ PTA പ്രതിനിധികള്, പിന്നെ ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട മക്കള്, അവരുടെ രക്ഷിതാക്കള്, അധ്യാപകര്, ഒപ്പം ഇപ്പൊ ഈ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, ഇവരെല്ലാവരും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷനിൽ ഒരൊറ്റ നന്ദി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അവരുടെ പ്രധാനമായ ഒരു ലക്ഷ്യമാണ് ഇനി വളർന്നു വരുന്ന പൗരന്മാരെ ഏറ്റവും ഭംഗിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ സമഗ്ര ലക്ഷ്യങ്ങളിൽ നമ്മുടെ കുട്ടികൾ ഒരു വലിയ ഭാഗമായിരുന്നു. അത് ഏറ്റവും ഭംഗിയായിട്ട് അവരത് ഏറ്റെടുത്തു. ഇവിടെ എന്തൊക്കെ സപ്പോർട്ടാണോ ഈ കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുക, അതിന്റെ ഏറ്റവും ഉന്നതിയിൽ ഏറ്റവും ഭംഗിയായി അത് കൊടുത്ത് അവരെ വിജയിപ്പിച്ച് ഈ സ്റ്റേജിൽ അവരെ അഭിനന്ദിക്കാൻ കൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട കലാമാസ്റ്റർ, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോടുള്ള ഏറ്റവും സ്നേഹം നിറഞ്ഞ നന്ദി പറമ്പിൽ PDS സ്കൂളിന്റെ പേരിൽ ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം ഒരു സ്കൂൾ അതെങ്ങനെ വളർന്നു പോകണമെങ്കിൽ നമുക്ക് ആ PTA-യും അവിടുത്തെ സ്റ്റാഫും ഒരുമിച്ച് വേണം. സാറ് പറഞ്ഞതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട PTA പ്രതിനിധികള് എന്താവശ്യത്തിനും അത് ഏത് സമയത്താണെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ സന്നദ്ധരായ ആളുകളാണെന്നുള്ളത് നമ്മുടെ സ്കൂളിന്റെ വിജയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതോടൊപ്പം ബഹുമാനപ്പെട്ട HMs, നമുക്ക് അഭിമാനത്തോടെ പറയാം 2 HMs ഉണ്ട് ഇവിടെ. ഇപ്പൊ നമുക്ക് ഒന്ന് കുട്ടികളുടെ നേരിട്ട് കണ്ട് ഇവരെ സഹായിച്ച് ഇവിടെ എത്തിക്കാൻ നമ്മളെ സഹായിച്ച ബഹുമാനപ്പെട്ട കരീം മാസ്റ്റർ, ഒപ്പം ഇത് കണ്ട് പ്രചോദനം ഉൾക്കൊണ്ട് അടുത്ത പ്രാവശ്യം ഇതുപോലൊരു വേദിയിൽ തിളങ്ങുന്ന സമ്മാനങ്ങൾ നിരത്താൻ തയ്യാറായി നിൽക്കുന്ന നമ്മുടെ നിയുക്ത HM, 2 പേരോടുള്ള സ്നേഹം നിറഞ്ഞ നന്ദി ഈ സമയം പറമ്പിൽ PDS സ്കൂളിന്റെ പേരിൽ നമ്മളെല്ലാവരും അറിയിക്കുന്നു. ഒപ്പം ഇനി എനിക്ക് പറയാനുള്ളത് ഈ പാരന്റ്സിനോടാണ്. പിന്നെ നമ്മൾക്ക് എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അതിന്റെയൊക്കെ ഒരു നല്ല വശം, എനിക്കൊരു 90% കിട്ടിയിട്ടുണ്ടാവുക നിങ്ങൾ